സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അഖ്വാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. വഅഫ്ആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തികളാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗനാനുവാദങ്ങളാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുക, അത് ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണത്. മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുമല്ലോ, ഭയങ്കര ഇഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് കൂടെ കൊണ്ടു നടന്നിരുന്നു, അറാഖ് കൂടെ കൊണ്ടു നടന്നിരുന്നു എന്നാണ്. ഈ മിസ്വാക്ക് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ? ആണ്, രാവിലെ ചെയ്യും, കിടക്കുന്ന സമയം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പല്ല് വൃത്തിയാവാനാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് വേണ്ടി മിസ്വാക്ക് ചെയ്യണം. അതിൻ്റെ രൂപമുണ്ടല്ലോ, മിസ്വാക്ക് പിടിക്കേണ്ട രൂപം പറയുന്നുണ്ടല്ലോ. നമ്മളുടെ ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഇടയിലാണ് മിസ്വാക്ക് വെക്കേണ്ടത്. അതായത് ഇങ്ങനെ പിടിക്കുക, ഈ 3 വിരലും ഇങ്ങനെ പിടിച്ചിട്ട് തള്ളവിരലും ചൊരുവിരലും ഇങ്ങനെ വെക്കുക. ഇവിടെ മിസ്വാക്ക് വെക്കുക, ബ്രഷ് ഇവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, 3 വിരലുകൊണ്ട് പിടിക്കുക. തള്ളവിരൽ വേണമെങ്കിൽ ഇത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സുഖത്തിൽ ബ്രഷ് ചെയ്യാൻ പറ്റും. ഒരു 4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും, പിന്നെ അത് ശീലമാവും. ഞാൻ പറഞ്ഞ രീതി മനസ്സിലായോ? അതിങ്ങനെ പിടിച്ച് 3 വിരലുകൊണ്ട് മിസ്വാക്ക് പിടിക്കുക, ഈ നടുവിലുള്ള 3 വിരലുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, ഒരുപാട് ശക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പല്ല് തേക്കാൻ കഴിയില്ല. ചില ആളുകളൊക്കെയാണ് ബ്രഷ് കണ്ടിട്ടില്ല, ബ്രഷിനോട് പ്രതികാരം തീർക്കലാ തോന്നും. അപ്പം നമ്മൾ നല്ല വൃത്തിയിൽ ബ്രഷ് ചെയ്യുക, അങ്ങനെ പിടിച്ച് ബ്രഷ് ചെയ്യുക. അതിന് ചെയ്യുമ്പോൾ ആദ്യം വലതുഭാഗത്തിൻ്റെ മേൽഭാഗത്താണ് ബ്രഷ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സെൻട്രലിലുള്ള ഈ പല്ല്, നമ്മുടെ പല്ലിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ. പിന്നെ അതിൻ്റെ താഴ്ഭാഗം ചെയ്യുക, വലതുഭാഗത്തിൻ്റെ ഉള്ളും പുറക്കെ കൈപ്പെട്ടു. പിന്നെ ഇവിടെ ഇടതുഭാഗം ഇങ്ങനെ ചെയ്യുക, അതിൻ്റെ താഴ്ഭാഗം ചെയ്യുക. ഖലാസ്, കഴിഞ്ഞു. മിസ്വാക്കിന് വളരെ കുറഞ്ഞ സമയം മതി. ഈ ഗൾഫിൽ അറബികൾക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ, ഒരു കൊള്ളി കഷ്ണന്മാരെടുത്ത് തേക്കുന്നു, വലിയ സുന്നത്താണ്. ഏതുവരെയെന്നറിയോ, ഒരാൾ നമ്മളെ ഫിഖ്ഹിൽ കാണാലോ, ഒരു മനുഷ്യൻ മിസ്വാക്ക് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് നിസ്കാരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? നിസ്കാരം ബാത്തിലാകാത്ത രൂപത്തിൽ എനിക്കൊരു കൊള്ളി കഷ്ണം എടുത്ത് അങ്ങനെ ആക്കാമെന്നാണ്. അപ്പോൾ എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടെന്നാണ്. അതിൻ്റെതായ രൂപമുണ്ടേ. നമ്മളിങ്ങനെ എപ്പോഴും തേക്കണ പോലെ തേക്കാന്നല്ല, അതായത് ആ സുന്നത്ത് എടുക്കണം എന്നുള്ളതാണ്. ഇന്ന് ധാരാളം ഫളായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാലോ, ഞാനത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് പേടിച്ചുകൊണ്ടാണ് നിർബന്ധമാക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ മിസ്വാക്കിയത് നിർബന്ധമാക്കിയിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിന് ധാരാളം പ്രത്യേകത ഉള്ള ഒന്നാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട ഒന്നാണ് മിസ്വാക്ക് ചെയ്യുക. അപ്പോൾ വുളൂഇൽ മിസ്വാക്ക് ചെയ്യണം. മുൻകൈ കഴുകിയതിന് ശേഷം നമ്മൾ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് നല്ലതാണ്. ഇനി എല്ലാവരും കൂടി നാളെ ബ്രഷ് കൊടുന്ന് പള്ളിയിൽ വെക്കണ്ട, മിസ്വാക്കിന് വേണ്ടിയിട്ട്. ഇനി ഹൗലിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ഇങ്ങനെ നമ്മുടെ ദർസകളുടെ പള്ളിയിൽ പോയാൽ കാണാൻ പറ്റും, അടുത്ത കുട്ടികളുടെ ബ്രഷ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതേപോലെ ആക്കല്ല. എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വുളു എടുത്തു വരലാണ് സുന്നത്ത്. വീട്ടിൽ നിന്ന് വുളു എടുത്തു വരിക എന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചു വരലാണ് സുന്നത്ത്. എങ്ങനെ? ജമാഅത്ത് നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് നമ്മൾ വാങ്ങ് കൊടുത്തതിൻ്റെ മുമ്പ് തന്നെ ബ്രഷൊക്കെ ചെയ്ത് റെഡിയാക്കി വുളുവൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരും ചെയ്യേണ്ട എന്താ? വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരലാണ് അതിൻ്റെ സുന്നത്തായ വശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാം. അങ്ങനെ ഇനി വീട്ടിൽ നിന്ന് നിസ്കരിച്ച് പള്ളിയിലേക്ക് വരുമ്പോഴത്തേന് പള്ളിയിൽ സലാമും വീട്ടിലുണ്ടാവും എന്ന പ്രശ്നമാണെങ്കിൽ വേഗം പൂരെ ഇവിടുന്ന് നിസ്കരിക്കുക, അത് ചെയ്യേണ്ടത്. ഞാൻ പറയണത് അതിൻ്റെ സൗകര്യമുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. ആ രീതിയാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. ഞാനൊക്കെ പൊതുവെ ആ രീതി സ്വീകരിക്കുന്ന ആളാണ്. എൻ്റെ റൂമിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുക, അതാണ് അതിൻ്റെ ഒരു അഫ്ളലായൊരു വശം. എനിക്കിട്ടോ, ഇന്ന് നാളെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ റൂമിൽ ഒന്ന് സുന്നത്ത് നിസ്കരിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സുന്നത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക? വുളു എടുത്ത് നല്ല വൃത്തിയിൽ പള്ളിയിലേക്ക് വരിക, അത് സുന്നത്ത്. അപ്പോഴാണ് ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
ഓരോ ചവിട്ടടിക്കും എന്ത് ചെയ്യും? കാൽപാദങ്ങൾക്കും പ്രതിഫലം കിട്ടും. അത് വുളൂഓടുകൂടെ ആ ഒരു നടത്തത്തിനൊക്കെ ധാരാളം പ്രത്യേകത കിട്ടും. അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുക, സുന്നത്തുകൾ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതോ ഒരു കിതാബുണ്ട്, ഒരു ദിവസം മാത്രം ബുദ്ധിമുട്ടില്ലാതെ പകർത്താൻ പറ്റിയ 1000 സുന്നത്തുകൾ പറയുന്നൊരു പുസ്തകമുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മൾ അന്തം വിടുക. ഇതൊക്കെ സുന്നത്തായിരുന്നല്ലേ, ഇതൊക്കെ സുന്നത്തായിരുന്നല്ലേ, നമുക്ക് അപ്പോൾ മനസ്സിലായി പോകും. അല്ലാഹു തആല കാക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ഖുൽഖി മഅൻ നാസി, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുക? നല്ല രൂപത്തിൽ ജനങ്ങളോട് പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താ? കാന ഖുൽഖുഹു ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നതിന് ഖുർആൻ ആയിരുന്നു എന്നാണ്. വേറൊരു സ്ഥലത്ത് കാണാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം അത് കട്ടിയുള്ളതായിരുന്നെങ്കിൽ നബി ആരും എന്തില്ലായിരുന്നു, അങ്ങയോട് അടുക്കൂലായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം, ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തി കൊണ്ടുവരേണ്ട ഒന്നാണ്. ഏത് മേഖല എടുത്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള മാതൃകകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളെ ചേർത്തി ഉറപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിരുന്നു? ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. തെറ്റി നടക്കുന്നവരെ മിണ്ടിപ്പിക്കുക. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളായിട്ട് യുദ്ധത്തിൽ നടന്നിരുന്ന 2 ഗോത്രക്കാരായിരുന്നു ആര്? ഔസും ഖസ്റജും. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഔസിനെ ഖസ്റജിനെ എന്ത് ചെയ്തു? ഒന്നിപ്പിച്ചിട്ട് ആ 2 പേരാണ് മാറ്റിയിട്ട് ഒറ്റ പേരിലാക്കി. ഏതാ പേര്? അൻസ്വാർ. അൻസ്വാരികൾ, മുഹാജിരിങ്ങളും അൻസ്വാറുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഗണം അങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക. അപ്പോൾ ഞങ്ങൾ 2 വിഭാഗമാണ് എന്നത് മാറ്റി നിങ്ങൾ 2 വിഭാഗമല്ല, നിങ്ങൾ ഇന്ന് തൊട്ട് മദീനയിലെ സ്വഹാബത്താണ് എന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തിയവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.